ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സജി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലോ ഓഫ് വൈബ്രേഷനെ കുറിച്ചാണ്. 12 പ്രപഞ്ച നിയമങ്ങളിൽ രണ്ടാമത്തെ നിയമമാണ് ലോ ഓഫ് വൈബ്രേഷൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് അവസ്ഥകൾ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം വൈബ് ഉയർത്തണം. അതിനുള്ള ചില പ്രാക്ടീസുകൾ കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും നിരന്തരമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതും, നമ്മുടെ ശബ്ദം, നമ്മുടെ ചിന്തകൾ, വായു എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എനർജി കൊണ്ടാണ്. ആ എനർജി നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എനർജിയുടെ ചലനത്തിൻ്റെ വേഗതയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസമാണ് വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരവും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളും എനർജിയാണ്, അതും നിരന്തരം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈബ്രേഷൻ്റെ വേഗത നമ്മുടെ മൊത്തത്തിലുള്ള വൈബ്രേഷൻ ഫ്രീക്വൻസിയെ വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഉയർന്ന ചിന്തകളാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ ഉയർന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ചിന്തകളും ഫീലിങ്സുമാണ് നമ്മുടെ വൈബ്രേഷനെ ഉയർത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ മനഃപൂർവ്വം നമ്മൾ പോസിറ്റീവാക്കി മാറ്റണം. നമ്മുടെ ഓരോരുത്തരുടെയും ബോഡി നിരന്തരം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ വൈബ്രേഷനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയാകണമെന്ന് നിശ്ചയിക്കുന്നത്. വൈബ്രേഷന് കാരണമാകുന്നത് നമ്മുടെ ചിന്തകളാണ്. ഈ ലോ മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ നിലവിലുള്ള ജീവിതം നമുക്ക് അനുകൂലമല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെ നമ്മൾ മാറ്റിയാൽ മതി. അതായത് പോസിറ്റീവ് ആക്കിയാൽ മതി. നമ്മുടെ വൈബ്രേഷനെ നമുക്ക് ഉയർത്താനായിട്ട് കഴിയും. നമ്മുടെ വൈബ്രേഷൻ ഉയരുമ്പോൾ നമ്മുടെ ജീവിതവും ഉയരും. ഇനി നമ്മുടെ വൈബിനെ ഉയർത്താനായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഹോപ്പനോപ്പനോ പ്രയർ. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ ഒരു 4 വേർഡ്സ് വളരെ പവർഫുള്ളായിട്ടുള്ള വേർഡ്സാണ്. ഇത് നമ്മൾ വളരെ ഫീലോടുകൂടി രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുൻപും നമ്മൾ 108 തവണ ചെയ്യുക, ചാൻറ്റ് ചെയ്യുക. ഇത് നമ്മുടെ വൈബിനെ ഉയർത്താനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു പ്രയർ നമ്മുടെ നെഗറ്റീവ് ബ്ലോക്കുകളെ മാറ്റി നമ്മുടെ വൈബ് ഉയർത്തും. പിന്നെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത് നമ്മുടെ വൈബ് ഉയരുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കാനായിട്ട് എല്ലാ കാര്യത്തിനും നമ്മൾ നന്ദി പറയുക. നന്ദി പറയുമ്പോൾ നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആകും, നമ്മുടെ ശരീരവും പോസിറ്റീവ് ആകും. അങ്ങനെ നമ്മുടെ നിലവിലുള്ള ജീവിതം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നത് ലോ ഓഫ് വൈബ്രേഷൻ്റെ ബേസിലാണ്. ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ലോ ഓഫ് വൈബ്രേഷനാണ്. എപ്പോഴും നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും നല്ല ചിന്തകൾ വരാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യത്തിനും നന്ദി പറയുക. അതുപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് ആവർത്തിച്ച് ഒരു ദിവസത്തിൽ പല തവണ പറയുക. പിന്നെ ഹോപ്പനോപ്പന പ്രയർ ചെയ്യുക. പിന്നെ മനഃപൂർവ്വം നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നിങ്ങൾ കേൾക്കാതിരിക്കുക. മറ്റുള്ളവരെ പറ്റി ഗോസിപ്പുകൾ പറയാതിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വൈബ് താഴും. അതുപോലെ തന്നെ എനിക്ക് അസുഖമാണ്, എനിക്കിപ്പോൾ വളരെയധികം കടമാണ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. അതിന് പകരമായിട്ട് എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എന്നെക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഞാൻ അഭിവൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്യുക. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയുടെ അളവ് കുറയുകയുള്ളൂ. പോസിറ്റീവ് ചിന്ത കൊടുത്തു വേണം നമ്മുടെ മനസ്സിനെ നമുക്ക് റീപ്രോഗ്രാമിങ് ചെയ്യാനായിട്ട്. അതുപോലെ നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതിരിക്കുക. അതിന് പകരം നിങ്ങൾ ഏറ്റവും നല്ലതായിട്ട് പറയുക. അങ്ങനെ മാത്രമാണ് നമ്മുടെ വൈബിനെ ഉയർത്താനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ നിങ്ങൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ രാവിലെയും രാത്രിയും എഴുതി പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ വൈബിനെ ഉയർത്താനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിരന്തരം നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വൈബ് ഉയരുമ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ എളുപ്പത്തിൽ നടക്കും.
അപ്പോൾ നമ്മൾ ഫുൾ പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഉയരും. അപ്പോൾ വൈബ്രേഷൻ ഉയരുമ്പോൾ നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് വർദ്ധിക്കും. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു മാഡത്തിൻ്റെ സക്സസ് സ്റ്റോറി ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ആ സക്സസ് സ്റ്റോറിക്ക് ശേഷം ബാക്കി ഡീറ്റെയിൽ ഞാൻ പറയാം. ഹായ് മാം, ഞാൻ എൻ്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുവാനാണ് വോയിസ് ഇടുന്നത്. ഞാൻ ഏപ്രിൽ 1 തീയതി മുതലാണ് മാമിൻ്റെ ക്ലാസ്സിലേക്ക് വന്നത്. ആ ഫസ്റ്റ് ഡേ മുതൽക്ക് ഈ നിമിഷം വരെ എനിക്ക് ഫുൾ ഓഫ് ദ ഹാപ്പിനെസ് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ സന്തോഷത്തിലാണുള്ളത്. ഞാനും എൻ്റെ ഫാമിലിയും എല്ലാവരും എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരും എല്ലാവർക്കും ഒരുപാട് മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ മുതൽക്ക് നമുക്കിടയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ഒട്ടിനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വളരെ സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഞാൻ എന്നും രാവിലെ 4:15 ഞാൻ എഴുന്നേറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ അതിൽ നിന്നും മാറി ഒരു 15 മിനിറ്റ് കൂടെ ഞാൻ എക്സ്ട്രാ എടുക്കും. ഡെയിലി ഇപ്പോൾ ഞാൻ 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. 4 മണി മുതൽക്ക് 4:30 വരെ മാമിൻ്റെ പറയുന്ന കാര്യങ്ങൾ, പ്രാണായാമം, പ്രയർ, അങ്ങനെ റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ അരമണിക്കൂർ ഞാൻ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിക്കും. കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡെയിലി എനിക്ക് 5 മണിക്ക് മാമിൻ്റെ ക്ലാസ്സിൽ കയറുവാനും മാമിൻ്റെ ക്ലാസ് വളരെ ഹാപ്പിനെസ്സോടുകൂടി എനിക്കത് ഉൾക്കൊള്ളുവാനും സാധിക്കുന്നു. മാമിൻ്റെ ഓരോ മെഡിറ്റേഷനും കഴിയും തോറും എന്തെന്നറിയത്തില്ലാത്തൊരു പവർഫുൾ ഫീലിങ്സും എനർജിയുമാണ് എനിക്കുണ്ടാകുന്നത്. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പറയാൻ പറ്റത്തില്ലാത്ത മാറ്റങ്ങൾ. ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെല്ലാം ഇന്ന് എൻ്റെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ലൊരു ലൈഫാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കൾ എല്ലാം വളരെ സന്തോഷത്തിലാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ പ്രാണായാമം ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഡെയിലി എഴുന്നേറ്റ് തന്നെ പ്രാണായാമം ചെയ്യുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിലും മക്കളിലും എൻ്റെ ഫാമിലി, അച്ഛനമ്മ എല്ലാവരിലും ഒരുപാട് മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കിന്ന് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വളരെ സന്തോഷത്തിലാണ്, വളരെ ഹാപ്പിനെസ്സിലാണ് ഞാനുള്ളത്. ഞാനും എൻ്റെ ഫാമിലിയും. ഇത്രയും സന്തോഷം ഇതിന് മുമ്പ് ഒരിക്കൽ പോലും എനിക്കുണ്ടായിട്ടില്ല. അതിൽ പരം എനിക്ക് എന്താണ് പറയാൻ പോലും പറ്റുന്നില്ല. അതുകൂടി സന്തോഷത്തിലാണ്. നമ്മുടെ ഒരു ഇത്രയും ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് പവർഫുൾ എനർജിയാണ്. ഒരുപാട് കാര്യങ്ങൾ, അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അത് അറിയുവാനും മനസ്സിലാക്കുവാനും മാം പറയുന്ന ഓരോ കാര്യങ്ങളും അത് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കി അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഒരുപാട് ചേഞ്ചസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കെപ്പോഴും എനിക്ക് ഒരു പ്രസൻറ്റ് ഓഫ് മൈൻഡിൽ നിൽക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എനിക്ക് എല്ലാവരും ഹാപ്പിനെസ്സിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ എന്താണെന്ന് വിചാരിക്കുന്നത് അതുപോലെ എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ, പോസിറ്റീവ് കാര്യങ്ങൾ എന്നിലേക്ക് എന്നെ തേടി വന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഞാൻ ഒരുപാട് സന്തോഷമാണ്, വളരെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു. എൻ്റെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എൻ്റെ ഫുൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആശാ മാമിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു മാം. താങ്ക് യു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എൻ്റെ പെയ്ഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇപ്പോൾ മെയ് 2-നാണ് ക്ലാസ് ആരംഭിക്കുന്നത്. 3 ബാച്ചാണുള്ളത്. ഒരു ബാച്ച് രാവിലെ 5 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്ക്, പിന്നെ അടുത്ത ബാച്ചുള്ളത് രാത്രി 9 മണിക്കുമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.